നമസ്കാരം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മുന്നോട്ട് പോകുമ്പോൾ നമ്മളോടൊപ്പം ആരൊക്കെ വേണം, അല്ലെങ്കിൽ നമ്മളോട് ആരൊക്കെ ഉണ്ടായാൽ നമുക്ക് നല്ലതായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടെ കൂട്ടേണ്ടുന്ന 5 തരത്തിലുള്ള ആളുകളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, പീപ്പിൾ ഹു ലവ് യു ആൻഡ് സപ്പോർട്ട് യു അൺകണ്ടീഷണലി. നിങ്ങളെ സ്നേഹിക്കുകയും അതുപോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന, യാതൊരു പരിധികളുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു നിബന്ധനകളും വെക്കാതെ നിങ്ങളെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ്. അവരെ നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. കൂടുതലും നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ വളരെ ബ്ലഡ് റിലേഷനുള്ള ആളുകൾ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അച്ഛൻ, അമ്മ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ കാറ്റഗറിയിൽ കൂടുതലും പെടുന്നത്. പക്ഷേ ഇവർ നമ്മളുടെ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആളുകൾ എന്ന് പറയുന്നത് പീപ്പിൾ ഹു ലിസൺ യു വിത്തൗട്ട് ജഡ്ജിങ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവാൻ അല്ലെങ്കിൽ നല്ല ഒരു ലിസണർ ആകുവാൻ, യാതൊരു മുൻവിധികളുമില്ലാതെ നിങ്ങൾ പറയുന്നതിനെ ലിസൺ ചെയ്യുവാൻ, ശ്രദ്ധിച്ചു കേൾക്കുവാൻ ഒരു നല്ല കേൾവിക്കാരൻ, അങ്ങനെയുള്ള ഒരാളിനെയും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായും നമ്മൾ കൂടെ കരുതേണ്ടതാണ്. ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അതായത് പീപ്പിൾ ഹു ലവ് ദെയർ വർക്ക്. അവരുടെ ജോലി എന്തോ ആയിക്കൊള്ളട്ടെ, അതിനെ വളരെ സീരിയസ്നെസ്സോടുകൂടി കാണുകയും ആ ജോലിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവരുടെ ജോലി എന്തോ ആയിക്കോട്ടെ, അവരുടെ ആ ജോലിയെ വളരെ സീരിയസ്നെസ്സോടുകൂടി കാണുകയും ആ ജോലിയെ സ്നേഹിക്കുകയും കൃത്യമായി അത് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ നമ്മുടെ കൂടെ കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും നമുക്ക് ജോലി ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പലപ്പോഴും ബോറടി അനുഭവപ്പെടാം. പല സാഹചര്യങ്ങളിൽ നമുക്ക് ജോലി വേണ്ടെന്ന് വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ചിന്തിച്ചേക്കാം. പലപ്പോഴും നമുക്ക് ജോലി ഒരു വലിയ ഭാരമായിട്ട് മാറുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ജീവിതവും ഫാമിലി ലൈഫും കൂടി മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്ന ചില സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ വളരെയധികം അത്യന്താപേക്ഷിതമാണ്. പീപ്പിൾ ഹു ലവ് ദെയർ ജോബ്. നമുക്ക് കൂടി ജോലിയിൽ ഒരു ശുഭാപ്തി വിശ്വാസം വളർത്തുവാനും അതുപോലെ ജോലിയെ സ്നേഹിക്കുവാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പീപ്പിൾ ഹു ക്യാൻ ക്രിട്ടിസൈസ് യു പോസിറ്റീവ്ലി. അതായത് പോസിറ്റീവ് ക്രിറ്റിസിസം എപ്പോഴും നമുക്ക് വേണം. നമ്മുടെ ഉള്ളിലുള്ള ഈഗോ, അല്ലെങ്കിൽ ഞാൻ വലിയൊരു കഴിവുള്ളവരാണ് എന്നുള്ള ഒരു ചിന്താഗതി നമ്മളിൽ നിന്ന് പോകണമെങ്കിൽ, നമ്മുടെ ജോലിയും നമ്മുടെ ജീവിതവും ഒക്കെ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, പോസിറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സുഹൃത്ത് നമുക്ക് വേണം. പലപ്പോഴും നോർമൽ ലൈഫിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ അകറ്റി നിർത്തുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നുള്ളൊരു പരാതി കൊണ്ട് നമ്മൾ അകറ്റി നിർത്താനും അതുപോലെ തന്നെ ആ ക്രിറ്റിസിസം ഇഷ്ടമല്ലാത്തത് കൊണ്ടും ഇത്തരത്തിലുള്ള ആളുകളെ അകറ്റി നിർത്തുക പതിവാണ്. പക്ഷേ പോസിറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ആൾ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് നമ്മളോടൊപ്പം ഉള്ളത് ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും. ഇനി അടുത്തതായി അഞ്ചാമത് വേണ്ടത് നമുക്ക് ഒരു ഗുരു അഥവാ മെന്റർ ആണ്. നമ്മളെല്ലാം തികഞ്ഞവരൊന്നുമല്ല. നമുക്ക് ഇനിയും അഡ്വാൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഫീൽഡിലും ആയിക്കോട്ടെ, ചിലപ്പോൾ ജീവിതത്തിലാകാം ഒരു ലൈഫ് മെന്റർ അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ച്, ഇനി ജോലിയിലാകാം ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു മെന്റർ. ഒരു ഗുരു എപ്പോഴും ഉള്ളത് തുടർച്ചയായിട്ടുള്ള യാത്രയിൽ സുഗമമായ യാത്ര ഉറപ്പുവരുത്തുന്നതിന് അത്യാവശ്യമായ ഘടകമാണ്. ഇത്തരത്തിലുള്ള 5 പേരെയും നമ്മുടെ ജീവിതത്തിൽ കൂട്ടേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്കും സന്തോഷത്തിനും സുഗമമായ പോക്കിനുമൊക്കെ വളരെയധികം സഹായിക്കുന്ന കാര്യമാണ്. താങ്ക് യു സോ മച്ച്.